പാരാലിമ്പിക്സ് മെഡലിസ്റ്റ് ജോൺ മക്ഫാൾ ബഹിരാകാശത്തേക്ക് കുതിക്കാനൊരുങ്ങുന്നു. ISSലെ ദീർഘകാല ദൌത്യത്തിൽ പങ്കെടുക്കാൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ലഭിച്ച ആദ്യ ഭിന്നശേഷിക്കാരനാണ് ജോൺ. ബ്രിട്ടനിലെ മെഡിക്കൽ രംഗത്ത് കഴിവ് തെളിയിച്ച സർജൻ കൂടിയാണ് ജോൺ മക്ഫാൾ. അംഗപരിമിതരായ ആളുകളെ ബഹിരാകാശത്ത് അയക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2022 യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ദൌത്യം ആരംഭിച്ചത്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ പഠനത്തിലേക്ക് ജോൺ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ഈ പഠനം അവസാനിച്ചതോടെ മക്ഫാളിനെ UK ബഹിരാകാശ ഏജൻസി ബഹിരാകാശ ദൌത്യ പരിശീലനത്തിന്റെ അടുത്ത ഘട്ടത്തിനായി തയ്യാറാക്കുകയാണ്. ജോൺ മക്ഫാളിന്റെ ബഹിരാകാശ ദൌത്യം എന്നാകുമെന്നതിന്റെ വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല. 19 വയസ്സുള്ളപ്പോഴുണ്ടായ ഒരു വാഹനാപകടത്തിലാണ് ജോൺ മക്ഫാളിന് ഒരു കാൽ നഷ്ടമാകുന്നത്. ശേഷം കൃത്രിമ കാൽ വെച്ച് ജോൺ മുന്നോട്ടിറങ്ങി. 2008 പാരാലിമ്പിക്സിൽ 100 മീറ്റർ സ്പ്രിന്റിൽ വെങ്കല മെഡൽ നേടി ചരിത്രമെഴുതി. വിവിധ വേദികളിൽ മെഡലുകൾ സ്വന്തമാക്കി. കൃത്രിമ കാൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് തനിക്കറിയാമെന്ന് ജൈത്രയാത്രയെക്കുറിച്ച് ജോൺ പ്രതികരിച്ചു. ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള ഒരാൾക്ക് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ദീർഘകാലം താമസിക്കാൻ സാധ്യമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ജോൺ മക്ഫാൾ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.